ഇന്നലെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നേരമായിട്ടുണ്ടായിരുന്നു. നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐനൂസിൻ്റെ ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. രാവിലെ എണീച്ചിട്ടും അവൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. പിന്നെ കുട്ടീനെ നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും അവളെ മേലാണ് കഴിക്കാറുള്ളത്. ഇന്ന് ഞാൻ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവളുടെ ഉറക്കക്ഷീണം തീരെ മാറിയിട്ടില്ല. അപ്പോൾ അവളെ വേഗം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ ബാത്റൂമിൽ നിർത്തിയിട്ട് ഞാനിതാ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. സാധാരണ പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്. ഇന്ന് ഞാനൊരു ഇതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊച്ചിന് നല്ല മടിയുണ്ട്. പിന്നെ തണുത്തവെള്ളത്തിൽ കുളിപ്പിച്ച് അതിനെ കരയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടി കുളിച്ച് റെഡി ആയിട്ടുണ്ടായിട്ട് നഴ്സറിയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാനായിട്ട് അവളെ കൊണ്ട് ആക്കുന്നത്. ഇന്ന് ഞാൻ വർക്കിന് പോയിട്ടില്ല കേട്ടോ. ഇന്ന് എനിക്ക് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വർക്കിന് പോകാത്തതുകൊണ്ട് തന്നെ അവളെ ഞാനായിട്ട് ഇന്ന് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ശനിക്കാഴ്ച നേഴ്സറിൽ കൊണ്ടാക്കണം. അപ്പം ഞാനാണ് ഇന്ന് വർക്കിന് പോകാത്തതുകൊണ്ട് കൊണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് കരച്ചിലായിരുന്നു. പിന്നെ അവളെ കൊണ്ടാക്കിയതിന് ശേഷം ഞാനിതാ ഒന്ന് കട വരെ പോവുക കേട്ടോ. ഇക്കാക്ക് എടുത്തുകൊടുത്ത ഗിഫ്റ്റിൽ ഷർട്ടൊന്ന് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അത് മാറ്റി വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുക കേട്ടോ. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിതാ ഇക്കാക്കയുടെ ഫ്രണ്ടിൻ്റെ കടയിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇന്ന് ബിരിയാണി വെക്കാമെന്നൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാർക്കറ്റിൽ പോകണമെന്ന് വിചാരിച്ച, പക്ഷേ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം വന്നില്ല. വഴിയിൽ തന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്കാണെങ്കിൽ നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇടാൻ നിന്നില്ല. മഴയും കൊണ്ട് അങ്ങനെ നേരെ കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കാകെ എടുത്ത ഷർട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ ചേഞ്ച് മതി എന്നാണ് ആദ്യം പറഞ്ഞത് ആൾ. പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് ആ സൈസിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കിട്ടിയ ഒരു ഷർട്ടും കൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു. പിന്നെ വരുന്ന വഴിക്ക് പൊറോട്ടയും കടലക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് ഇതൊക്കെ കഴിക്കണം. അങ്ങനെ വേഗം വീടെത്തിയിട്ട് ഇതാ പാൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല ചായ കാച്ചാൻ വേണ്ടി പാൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കളറും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കടലക്കറി പൊറോട്ടയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിക്കാൻ പോട്ടെ. ഞാനും ഷിനിക്കാക്ക് ഒരുമിച്ചിരുന്നിട്ടാണ് ചായ കുടിക്കണത്. തിരിച്ച് വരാൻ നേരത്തിന് ആ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ വന്നത്. കാരണം നല്ല മഴ ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടി ഓടിക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്ര നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയ ബൈ.